ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മളെ മാരേജിന് മുമ്പത്തെ ദിവസത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് മാരേജിന്റെ അന്ന് രാവിലെ ഞാൻ എണീച്ച് ചായ പോലും കുടിക്കാതെ ബാബിനെയും കൊണ്ട് ബാബിന്റെ പുറത്ത് വന്ന സീനാണ് കണ്ടിരുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഒരു 3 മണിയായിരുന്നു. പിന്നെ രാവിലെ 7 മണിക്ക് എണീച്ചിട്ട് ബാബിക്ക് ഒരു സാധനം എല്ലാം എടുക്കാണ്ടായി പറയുന്നു. ബാബി 2-3 ദിവസം മുന്നേ അങ്ങോട്ട് വന്നിനെ. അന്നും കുറച്ച് സാധനം അവിടെ ബാക്കിയായിട്ടുണ്ടായി. മംഗലത്തിന്റെ അന്നത്തെ കുട്ടീസിന് മാറാൻ സാധനം ബാക്കിയിട്ടുണ്ടായി. അതെടുക്കാൻ വേണ്ടി രാവിലെ എന്നെ വിളിച്ചിട്ട് ലാസ്റ്റ് എണിച്ചങ്ങനെ എല്ലായിട്ട് രാത്രി 3 മണിക്ക് കിടന്നല്ലേ. അപ്പൊ എനിക്ക് അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അങ്ങനെയല്ല വേണ്ടി സാധനം എല്ലാം എടുത്തത് ബാബിന്റെ ഏട്ടത്തിന്റെ പുര വീട് കുറച്ച് സാധനം ഉണ്ടായി. ഉള്ള ആടെ വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളല്ലോ ഷേപ്പ് ആക്കാനും പിടിക്കാനെല്ലാം ഉണ്ടായി. അങ്ങനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് നടന്ന് രാവിലെ ഒരു ചടിച്ചല്. രാവിലെ എനിക്ക് രാത്രി നേരം ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ചെറിയൊരു ഇതുണ്ടായി. പിന്നെ വീഡിയോ ഇടണം വിചാരിച്ചു. പക്ഷെ എനിക്ക് കഴിഞ്ഞിട്ട. ഞാൻ അങ്ങനെ എല്ലാവരും എഡിറ്റ് ആക്കിയിട്ട് ഇട്ടത്. ഇതെനിക്ക് മുമ്പേ ഇടണം വിചാരിച്ച. പക്ഷെ നമ്മൾ വിചാരിച്ചപ്പോൾ നടക്കുന്നില്ല എന്തോ. അപ്പൊ ഇനി പാക്കിങ് വീഡിയോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് മംഗളത്തിന് മുന്നേ 2 ദിവസം മുന്നേ പാക്കിങ് ആക്കിയത്. അപ്പൊ ഞാൻ വിചാരിച്ച് മംഗളത്തിന് വീഡിയോ ഇട്ടിട്ടായിരുന്നു ഇടാന്ന്. അപ്പൊ ആരെന്ത് വിചാരിച്ചോണ്ട ഞാനത് ഇൻഷാല്ലാ പോസ്റ്റ് ആക്കും. പാക്കിങ് വീഡിയോ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതല്ലോ. നമ്മളെ നാട്ടിൽ കുറെ മാമൂലുകൾ ഉണ്ടല്ലേ. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഓളടുക്ക് കൊണ്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ആക്കുന്ന, നമ്മളെ അലമാരെല്ലാം ഒന്ന് റൂം സെറ്റ് ആക്കുന്ന, അതെല്ലാം കുറച്ചുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഇതായിട്ടാണ് ഈ വീഡിയോ ഇടേണ്ടത് ശരിക്കും. പക്ഷെ ഞാൻ എന്താക്കി മംഗലത്തിന്റെ വീഡിയോ ഒന്ന് നിങ്ങളൊക്കെ എത്തട്ടും വിചാരിച്ചിട്ട് സെൻഡ് ആക്കുന്നത്. അപ്പൊ ഇത് രാവിലത്തെ ചായ കുടിച്ചിട്ട് ഇപ്പൊ ആദ്യം ആകുമ്പോഴത്തേണ് അറിഞ്ഞ് വീഡിയോ എടുത്തിട്ടാണ് പൊറോട്ടയും പാഡ്സ് കറിയും. ഞങ്ങൾക്ക് എന്തോരിഷ്ടം. രാവിലെ ചൂട് പൊറോട്ടയും ചൂട് പാഡ്സ് കറിയും പിന്നെ കട്ടൻ ചായ ഞാൻ ചായ കുടിച്ചിട്ടാ. എന്റെ ഉപ്പാണ്ടെല്ലാം ഉണ്ട് അവിടെ ചുറ്റും. അങ്ങനെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാത്ത. എന്നോട് ഉപ്പാനെ കേട്ടത് വീഡിയോ വീഡിയോ എടുക്കുന്നില്ലേ നീ നേട്ട ഉപ്പാനോട് ആദ്യമായിട്ട് ഉപ്പ കേട്ട വീഡിയോ എടുക്കുന്നില്ലേ. അങ്ങനെ ഞാൻ ചായ പൊറോട്ട കുടിച്ച് പിന്നെയാണ് എനിക്ക് ഓർമ്മ ചായ വീഡിയോ എടുത്തിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ എല്ലാം സെറ്റാക്കുന്ന അതാണ് എൻ്റെ ഉപ്പ. ഞാൻ ആദ്യമായിട്ട് വീഡിയോത്തില് ഉപ്പാനെ കാണിക്കുന്നത്. അല്ല ഇച്ചാമാർ അങ്ങനെ കാണിക്കില്ല. അച്ഛ മാത്രം ചെറുങ്ങനെ വീഡിയോത്തിൽ വരലുണ്ട്. വേറെ ആർക്ക് താല്പര്യമില്ല. അങ്ങനെ നിക്കാഹിന്റെ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ അൽഫാമെല്ലാം റെഡി ആയിട്ടുണ്ട്. നിക്കാഹ് ഒരു 11 മണിക്കുണ്ടായ 10:30 ഡേറ്റ് സമയം കൊടുത്തിട്ടുണ്ടായമോ. പക്ഷെ നിക്കാൻ നടക്കുമ്പോ ഒരു 11 മണിയായിട്ടുണ്ടായി. എല്ലാവരും പറഞ്ഞിട്ട് സെറ്റ് എല്ലാം നമുക്ക് 11 മണിയായിട്ടുണ്ടായി. മംഗലത്തിന് കുക്ക്, അതായത് ഫുഡ് ഉണ്ടാക്കിയ ആള് സപ്പിച്ച. അത് നമ്മളെ ഈ ബെളിഞ്ചത്ത് സെരിച്ചാനിയന്റെ മംഗലത്തിന് സെരിച്ചാന്റെ കാക്കാന്റെ ആടെ ആളമാന്റെ ആടെ എല്ലായിടത്തും ഇപ്പൊ നമ്മളെ ഫാമിലി ഷെഫ് പോലെ അതിനാള് ഓറ് വീണിട്ട് കൈക്ക് ജസ്റ്റ് ആയിട്ട് പൊളിഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ പക്ഷെ ബാലറ്റ് എടുത്തിട്ടുണ്ടായി. ഓറെ ആൾക്കാരാണ് ഫുഡ് ഉണ്ടെന്ന്. ഇപ്പൊ നമ്മളെ ഫാമിലി ഷെഫ് അതിന് സ്ഥാപിച്ച. ഇത് പൊതുവെ ഫുഡ് സൂപ്പർ. നമുക്ക് എന്തോരം ഇഷ്ടപ്പെട്ടു. എന്റെ വീഴ്ത്ത മംഗലത്തിന്റെ ഫുഡെല്ലാം കണ്ടിട്ടാണ് ഉപ്പ ഓർക്ക് കൊടുത്ത. നമ്മളെ നാട്ടിൽ കുറെ ആളുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആള്. അന്നൊക്കെ ഉപ്പാക്ക് ഓരോ ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു കംഫർട്ടബിൾ ഉണ്ടാകുന്നില്ലേ. അത് കണ്ടിട്ട് ഉപ്പ മുമ്പേ ചൊല്ലിക്കൊണ്ടേ പാപ്പുവിന്റെ മംഗലത്തിനായെങ്കും ഇൻഷാല്ലാ മംഗലത്തിനെല്ലാം ഓനെ വിളിക്കണോ പറഞ്ഞോണ്ടേ. അങ്ങനെ ഓരെന്നെ വിളിച്ച. അപ്പൊ ഓരെന്നെ പ്ലസ് ബഫന്റെ പിള്ളേരെല്ലാം ഉണ്ട്. ഓരെല്ലാം സെറ്റ് ആക്കുന്ന അതിന്റെ ടൈമിലാക്ക് ഇത് മറ്റേ ടേബിളും ചെയറും അങ്ങനത്തെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ അനിയ എടുത്തു തന്നെ. ഞാൻ കൊറേ ആളോട് വീഡിയോ എടുക്കാനിട്ട് ആരും മൈൻഡ് ആക്കിയിട്ട. പക്ഷെ എന്റെ മോൻ എനിക്ക് എടുത്തു തന്നു. ഇടയ്ക്ക് 2-3 ആൾക്കാർ ചോദിക്കണ്ട് ഓനെ മാത്രം എന്താ മോൻ എന്ന് പറയുന്നത്. അത് ഞാൻ 9th ഉണ്ടാകുമ്പോ ഓനെ പറ്റത്. അപ്പൊ ഞാൻ +2 കഴിയോളോന് എന്താ പറയുന്നത്, ഞാൻ എന്നെ ഉറക്കിക്കൊണ്ടായതും തിന്നാൻ കൊടുത്തതും അങ്ങനെയായിട്ട് എനിക്ക് ഓനോട് പറഞ്ഞൊരു ഫീല്. അങ്ങെന്തോ ഞാൻ തയ്ക്കുന്നെങ്കിലോ ഓൻ തയ്ക്കും, വേറെ തയ്ക്കലില്ല. ചെമ്മൂനെ തയ്ക്കലുണ്ട്. ചെമ്മൂന് എന്തോ ഒരു കുത്തുകെട്ട്. അപ്പൊ ഞാൻ ബാബിയോട് ചെല്ലണ്ടേ ചെമ്മൂനും അനീനെ മാത്രമേ തച്ചിട്ടുണ്ടാവും അത്രയും. ഇത് എന്തോ നമ്മള് സ്വന്തം തോന്നാളല്ലേ നമുക്ക് തയ്ക്കുമ്പോ ഒരു അങ്ങനെ ഒരു ഫീല്. അപ്പൊ ഇതെന്റെ സ്വന്തം മോൻ തന്നെ. ഒരാൾ കേൾക്കലുണ്ട് ഇത് ഞാൻ മൈസാണെന്നെല്ലാം ഇട്ടിട്ട് മോൻ തന്നെയാ, അല്ല ഇത് ബ്രദറിന്റെ മോനും ചെല്ലുണ്ട്, എന്ത് സംഭവം ചോദിക്കാണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് അതിൻ്റെ ഇതെല്ലാം നടക്കുമ്പോ ഞാൻ എന്തൊക്കെ റൂമൊന്ന് സെറ്റ് ആക്കിയിട്ട് രാത്രി ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ടായിട്ടാ. പകലേക്ക് ബ്ലാങ്കറ്റ് എല്ലാം എടുത്തിട്ട് ഞങ്ങളെ മംഗലത്തിന്റെ ബ്ലാങ്കറ്റ് ഉമ്മ ഭദ്രമാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടിപ്പട്ടാളത്തിന് കുപ്പായിടുന്നുണ്ട്. അവർക്ക് വൈറ്റ് ഷർട്ടും നീല പാൻറ്റും കോട്ടും.
അങ്ങനെയാണ് ഓരോ ഡ്രസ് കോമ്പോ ഉണ്ടായിന്. പക്ഷെ ഒരു ഫോട്ടോ ഞമ്മക്ക് കിട്ടിയിട്ട. കുട്ടീസന്മാര് ചാച്ചാന്റെ മക്കും ചാമാരത്തെ കുട്ടീസ് 5 ആളുണ്ടായി. ചമ്മു കോട്ട ഇട്ടിട്ടാ കരിഞ്ഞിട്ട് അവനക്ക് ജീൻസ് പാൻറ്റും കുപ്പായത്തിനോട് ഇഷ്ടം. ഇച്ചമേങ്ങുന്നേണ്ടായിട്ടാ ഞങ്ങൾ ലാഭിച്ച മേങ്ങിച്ച എല്ലാവരും ഇടുന്നല്ലായിട്ട് ഞാനും പാപ്പു ഇച്ചാനെ പുഷാക്കി ഇച്ചമേങ്ങിയ ലാസ്റ്റ് ചെമ്മുട്ടേയില്ല. എനിക്ക് ജീൻസ് പാൻറ് മതി നെല്ലിട്ട് ഓൻ കരിഞ്ഞിട്ട് ലാസ്റ്റ് അവനെ തന്നെ ഇട്ടു. അപ്പൊ ഇതാ കുട്ടീസന്മാർ ഇത് അജ്ലു, അത് അസു, അത് റാസി, അത് ബലീച്ചാന്റെ മോന് ആജി. ഞങ്ങൾ ആജിപ്പാന്ന് വിളിക്കാണ്. അങ്ങനെ ഇതാ നിക്കാ നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫോട്ടോ ഒന്നുപോലും കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ബേജാറായിപ്പോയി. പിള്ളേർക്ക് അത്രമാത്രം ഡ്രസ്സ് ആക്കിയിട്ട് ഒരു നല്ല ഫോട്ടോ ഒക്കെ നിന്നിട്ട് ഒരു 4-8 ആളെന്തോ ഉണ്ടായി. പക്ഷെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ട. അപ്പൊ ഇതാ നിച്ചാന്റെ നിക്കാഹ് നടക്കുന്നുണ്ട്. ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉസ്താദ്മാരെല്ലാം അല്ലേ എന്നിട്ട് ഞാൻ പിന്നെ ഇതാക്കിയിട്ട ഇതെല്ലാം കനിയെടുത്ത് തന്ന വീഡിയോ. എന്നോട് ഞാൻ പറഞ്ഞു മുഖം കാണിക്കേണ്ട കാര്യം. അതിൻ്റെ എൻ്റെ മോനൊക്കെ നേരെ മുഖം കാണിക്കാതെ കാലിന്റെ ആ ഒരു ഇത് മാത്രം വീഡിയോ എടുത്ത് തന്നിന്. ഇത് ഇച്ച മുമ്പേ പറഞ്ഞു വീഡിയോ ഇടുന്നതിന് ബുദ്ധിമുട്ടില്ല, ഫേസ് കാണിക്കണ്ടെന്ന്. ഞാനും കുറച്ച് ഫേസ് കാണിക്കലുണ്ട് ഇപ്പൊ വീഡിയോത്തില്. അതിന് ഇച്ചവർക്ക് പ്രശ്നമില്ല, സരിച്ചാക്കും പ്രശ്നമില്ല. പക്ഷെ ഓരോ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഫേസ് കാണിക്കാത്തത്. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു പെണ്ണേടെന്നല്ലേ. പെണ്ണ് ബന്ധിയോട് പേര് ഫർജാനാന്ന്. പിന്നെ എന്തിപ്പ കമന്റ്സ് വന്നിനാഞ്ഞല്ലോ, നമുക്ക് മറന്നുപോയി. ഇത് എന്തിപ്പാ ജെസ്സി ഡ്രസ് കോഡ് ആക്കാത്ത കുറെ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മതാക്കിയത്. പിന്നെ ഓൾക്കത് ഇഷ്ടപ്പെട്ട് അങ്ങനെ കളർ സെയിം ആക്കിന്. അങ്ങനെ ഇതാക്കിയിട്ടൊന്നുമില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ. ഇപ്പൊ എന്റെതും ബാബിമാർക്കും ഡ്രസ് കാണാൻ ഒരുപോലെ, പക്ഷെ മോഡല് ബാബിമാരുടെ അപ്പ് ആൻഡ് ഡൗൺ, എന്റേത് അനാർക്കലി അടുപ്പിച്ച ശൈലിയല്ലോ. അങ്ങനെ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരാൾ ഇതാക്കിയത്. ഓരോരാൾ ഇഷ്ടമല്ലേ, അങ്ങനെയാണ് സംഭവം. ഇത് പറയലെന്നെ എനിക്ക് കഴിഞ്ഞ എൻ്റെ നിക്ക ഇടപെളിഞ്ചത്ത് ഇച്ചാമാർത്ത് വലിയ 2 ഇച്ചാമാർത്ത് പള്ളിയിൽ എനിച്ചുണ്ടായി. അച്ഛാനതും പറയല്, ചെറിയ അച്ഛാനതും പറയല്. ഇനി ഇൻഷാല്ലാ പാപ്പുന്റെ എൻഗേജ്മെന്റ് ജനുവരി ഒരു 20-നുള്ളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. അപ്പൊ അതിന്റെ വീഡിയോ ഓൺ ദ വേ ആയിരിക്കും. ഇത് പിന്നെന്തിപ്പ കമന്റ്സ് കണ്ടേ. ഞാൻ കമന്റ്സിനുള്ള റിപ്ലൈ തരണമെന്നല്ല വിചാരിച്ചിട്ടുണ്ടായി. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ ഒരാൾ എന്നോട് ഹായ് പറയണോന്ന് പറഞ്ഞിട്ടുണ്ടായി. പേര് ഞാൻ വിട്ടുപോയി, അത് ആരെന്നൊക്കെ ഓർമ്മയില്ല. ഒരു ബിഗ് ഹായ്. പിന്നെ 2-3 ആൾക്കാർ കമന്റ് ഇട്ട് ഞാൻ ഈ മംഗളത്തിന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് ആരെന്നൊന്നും എനിക്കറിയില്ല. ഒരു സംഭവം ഇച്ചാമറ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഇത് നമ്മള് വീഡിയോ ഇപ്പൊ കുറച്ച് എന്താ പറയുന്ന വ്യൂവേഴ്സിൽ കയറുന്നുള്ളൊരു സന്തോഷവും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നിക്കാഹിന്റെ സമയത്തിൽ നമ്മൊരു ഓട്ടപ്പാച്ചിലുണ്ടായത്. ഓട്ടപ്പാച്ചിൽ എന്ന് പറയാ, ഡ്രസ് ഇടലും മാറ്റലും പിടിക്കലും പിള്ളേർ ഭാവി പിള്ളേർ ഒരുക്കാനുള്ള തന്നെ ഉണ്ടായത്. ഞാന് ഒരിക്കൽ ബെൽജിയത്തിൽ നിന്ന് പോയപ്പോ ആടെ ഡ്രസ്സിലിട്ട് നോക്കിയിട്ട് അമ്മ ഡ്രസ്സ് നല്ല കറക്റ്റ് ഉണ്ടായി. കുറച്ച് ലൂസ് ഉണ്ടായി, സോറി. അപ്പൊ ഞാൻ ടൈറ്റ് ആക്കി. ആന്റി ഇപ്പൊ മംഗലത്തിന് 1 മാസം ഔത്ത് നിന്നിട്ടായിട്ടാണ് മംഗലം ഉണ്ടായത്. അപ്പൊ ഞാൻ ഇട്ടിട്ട് അമ്മ ടൈറ്റ് ആയി പോയി, ഫുള്ള് ടൈറ്റ് ആയി. അങ്ങനെ ഇതാ നമ്മ ഇതാക്കി മംഗലത്തിന്റെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മ പെണ്ണിനെ വിളിക്കാൻ പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അക്ക് ഒരു വീഡിയോ എടുക്കാനും കഴിഞ്ഞിട്ട് അനിയന്റെ ഫോൺ കൊടുക്കാനും കഴിഞ്ഞിട്ട് വേറെ ചില ആൾക്കാർ വീഡിയോ എടുത്ത് തന്നിട്ടുമില്ല. ഇത് പുതിയാപ്പിളിനെ ചമ്മിക്കുന്ന ആ വീഡിയോ അത് നമുക്ക് ഇത്ര കിട്ടല. ഇത് മറ്റേ പെണ്ണുങ്ങ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഇല്ലേ, ഒറ്റൊരു വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു ശ്വാസം കിട്ടാതെ പറഞ്ഞോണ്ടായി. മെയിൻ പാപ്പുന്റെ ആൾക്കാർ വന്നിട്ടുണ്ടായി. അതായത് പാപ്പുന്റെ സെക്കൻഡ് ആൾക്കാർ വന്നിട്ട് അപ്പോൾ ഓരോ ഭാഗത്തുണ്ടായി. ബാബിക്കാണെങ്കിൽ ചെറിയ മോനിയോ അസും ചുമ്മും വാശിയായിട്ട് അവർക്ക് ഭാവിണ്ടൊക്കെ നേരെ മംഗലേ കൂടിയിട്ട് അവർ അങ്ങനത്തെ വാശി കാണിച്ചിനവർ ഒരിതാക്കാൻ കഴിയാതെ. അങ്ങനെ അടുക്കളയിലെത്തി ആണുങ്ങ ഫുഡെല്ലാം കഴിച്ചിട്ട് വയ്യെന്ന് നമ്മളെ സ്ഥിരം പരിപാടി നമ്മുടെ നാട്ടിലുള്ള. എനിക്ക് എന്തോരം ഇഷ്ടം ഈ പരിപാടി. ഇത് എന്ത് പറയുന്ന മറ്റേ പാട്ടും കളിയും. ഇത് കുഞ്ഞാന്റെ മോനുണ്ട് സിയ, ഓന് നിങ്ങളുടെ എന്ത് പറയുന്ന ബാൻഡും സാധനം എല്ലാം കൊണ്ടുവന്ന ഓന്റെ സ്വന്തം. അപ്പൊ ഇത് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളത് നമ്മള് കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് അധികം ഞാൻ കണ്ടിട്ടുള്ളത് ഈ പാട്ടും കളിയെല്ലാം. എനിക്ക് എന്തോരം ഇഷ്ടം. ഊതാടെ കണ്ട വൈറ്റ് ഷർട്ട് ഇട്ട് അതാണ് സിയ. ആർക്കെങ്കിലും മംഗലത്തിന്റെ പരിപാടിക്ക് ആവശ്യമുണ്ടാവുള്ള എന്നെ വിളിച്ചാൽ മതി. നമ്മുടെ നാട്ടിലത്തെ പിള്ളേർ ഇങ്ങനത്തെ
ഇതൊരു ഈ ഒരു ഈന് ഉഷാറുണ്ട് മഷാള്ള. എനിക്ക് ഇഷ്ടം ഈ പിള്ളേർ ചെണ്ടിപ്പിടായി നിൽക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ല ആ സ്വഭാവം. എന്റെ ഇച്ചാമാറും അച്ഛ പോവും അങ്ങനത്തെ വീടുണ്ടോ, ബാക്കിയുള്ള ആരും അത്ര ഒരു ഇതില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇതിൽ പോകുന്ന പിടിക്കുന്ന ഇത് ഇഷ്ടം. ഒരു ലൈഫ് എൻജോയ് ചെയ്യണം. ഇതെല്ലാം ഒരു എൻജോയ്മെന്റ് അല്ലേ. ഇത് ശരിച്ചായം കുരുതില്ല. ശരിച്ചാൻ അനിയന്മാർ പിന്നെയും മോശമില്ല. അങ്ങനെ പാട്ടും കളിയെല്ലാം കഴിഞ്ഞിട്ട് മെഹറെല്ലാം കൊടുത്തിട്ടായിട്ട് ഞങ്ങതാ ഫുഡ് കഴിക്കുമ്പോ കുറച്ച് നടക്കണ്ടായി. പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത നല്ല ഫുഡ് കുറെ എന്തല്ലോ ഫുഡ് ഉണ്ടായി. അപ്പൊ പറയാൻ മാത്രം ഓർമ്മയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പണിയെല്ലാം കൊണ്ട് പോകുന്നുണ്ട്. വണ്ടി കുറച്ച് അപ്പുറം വെച്ച് നിർത്തിയിട്ടുണ്ടായി. ഞാൻ അച്ഛനൊക്കെ വണ്ടി കുറച്ച് അപ്പുറം നിർത്തിയിട്ടുണ്ടായി. പുതിനാട്ടും പുതിയാപ്പിളും ഫ്രണ്ടിൽ പോയി. ചില ഫ്രണ്ട് നിയാസാന്റെ വണ്ടിയിൽ ഫ്രണ്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങ പോന്ന. അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി ഡ്രസ്സ് എന്ത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഡ്രസ്സ് ഞാൻ എന്താക്കിനാന്ന് സ്റ്റിച്ച് ആക്കിനാന്ന്. അപ്പൊ ചോദിച്ചോണ്ടേ. അപ്പൊ ഇതാണ് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ആക്കിയത്. ഇത് മംഗലത്തിന് വരുന്ന മാത്രം ഇട്ടത്. ഇനി എപ്പോൾ ഇടുന്നൊന്നും അറിയില്ല. അപ്പൊ ഇതാ മംഗലം കൂടി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് മെയിൻ തന്ന സാധനം അവിൽ മിൽക്ക്. ഇത് വിട്ടൊരു കളിയില്ല. വരുന്ന വൈക്ക് അവിൽ മിൽക്കിന്റെ വിടാണ്ട് ഞാനായിരുന്നു കയറോട്ടിച്ച്. എനിക്ക് ഇപ്പൊ അവിൽ മിൽക്ക് വേണം. അങ്ങനെ ഇല്ലപ്പ കരഞ്ഞിട്ടൊന്നുമില്ല. അവിൽ മിൽക്ക് എന്ന് പറഞ്ഞ. അപ്പൊ എനിക്ക് നിർത്തിയിട്ട് അവിൽ മിൽക്ക് വാങ്ങിച്ചെന്ന ഞങ്ങളെ ഡ്രൈവർ. എനിക്ക് എന്തോ ഈ ഒരു സാധനത്തിന്റെ ബോർഡ് എടുക്കണ്ടോ ഞാൻ വിടില്ല. ശരിച്ച എപ്പോഴും പറയണ്ടത് മാറ്റിപ്പിടി പക്ഷെ മാറ്റി പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ലാസ്റ്റ് എന്താ പെരക്കെത്തിയപ്പോ ബലീച്ചന്ന ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ മുണ്ടിക്കൊണ്ടേ. അപ്പൊ ഈ ആഴ്ച ഫേസിന്റെ വീഡിയോ എടുക്കാൻ വെച്ചാൽ ഫേസ് എടുത്ത് എന്റെ ഫോൺ താഴെ ഉണ്ടാവില്ലേ എന്നോട്. പിന്നെ അവന്റെ കാലെടുക്കാൻ അവന്റെ കാലെടുത്തു. പിന്നെ ഫോൺ താഴെ ഉണ്ടാവും. ചില്ല പോലെ ആക്കും ചെയ്യും. അതുകൊണ്ട് ബലീച്ചാനോട് നമുക്ക് വേറൊരു ഒരു ഇതല്ലേ വലുതായതുകൊണ്ട്. അച്ചാടെ പിന്നെ മോശമില്ല. പിന്നെ രണ്ടാമത്തെ നമ്മളെ എന്ത് പറഞ്ഞ
യോയോ നമ്മ ഇങ്ങനെ അങ്ങനെ ഇച്ചമ്മക്ക് നിൽക്കുന്നവര് ചെറുതും കുറച്ച് കുഴപ്പമില്ല, നാല് സ്വഭാവം എന്ന് പറയാം. ഞങ്ങൾ ഇതാപ്പരക്ക് വരുമ്പോ ഇതാ പിള്ളേരെല്ലാം കോട്ട് മാത്രം കാണുന്ന, വൈറ്റ് ഷർട്ട് കാണണോ റബ്ബേ. മറ്റേ പണിക്ക് പോയ ആൾക്കാരൊക്കെ കലിന്റെ പണിക്ക് വന്നില്ല, ഒരു അച്ഛൻ്റെ ഡ്രസ്സ് ഉണ്ടാകുന്നു അത്ര മണ്ണായിട്ട് കലിന്റെ പണിക്ക് അങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ആടുന്ന പെണ്ണുങ്ങളിൽ വന്നിട്ടുണ്ടായി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ, പെണ്ണുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടായി. എന്റെ ഫ്രണ്ട് ഉണ്ട് അസ്മ നേരിട്ട്, അവള് പുനാടിന്റെ പേരന്റെ അടുത്ത് ഫർസാന്റെ പേരന്റെ അടുത്ത് ഓളെ പേര. അപ്പോൾ ഓളെല്ലാം വന്നിട്ടുണ്ടായി. ഇത് ഓളെ ഫോണിലെടുത്ത് വീഡിയോ, എന്റെ ഫോൺ എവിടെയോ ഉണ്ടായി, ഞാൻ ഓളെ ഒക്കെ ഫോൺ തന്നാലും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓള് സെൻഡാക്കി തന്നേക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്. നമ്മൾ തോന്നി കഴിഞ്ഞിട്ട് പുതിയാപ്പിള മെഹറും കൊണ്ട് അങ്ങോട്ട് പോകും, പിന്നെ ബാക്കിലെ പെണ്ണുങ്ങ പോകും, എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരും, പിന്നെ തിരിച്ച് പെണ്ണുങ്ങ ഇങ്ങോട്ട് വരും. ആണുങ്ങൾ രാവിലെ നിക്കാഹിന് വരുന്നല്ലോ, അങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2 പരിപാടി ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഇതാ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഡേ ചെയ്തിട്ടുണ്ട്. പിള്ളമാർക്ക് പാട്ടെല്ലാം വെച്ച് കൊടുത്തിട്ട് പിള്ളമാർ ഇങ്ങനെ എൻജോയ് ആക്കുന്നുണ്ട്. കണ്ടില്ലേ, പാട്ടെല്ലാം വെച്ച് കൊടുത്ത് എൻജോയ് ആക്കുന്നുണ്ട് അവർ. ഞമ്മ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ട് ഫോണിൽ വെച്ചിട്ട് ബ്ലൂടൂത്ത് കണക്ട് ആക്കിയിട്ട് അങ്ങനെ ഇട്ടോട്ട് മനസ്സിലെ മറ്റേ ബോക്സും കാര്യങ്ങളും അതൊന്നും വെച്ചിട്ടുണ്ടായിട്ട് വലിയ താല്പര്യമില്ല. തീരെ താല്പര്യമില്ല. ഇച്ചാണ്ടർക്കും വലിയൊരു ഇതില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫർസാന ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഗിഫ്റ്റ് എന്റേതാണ്. കമ്മല്, ഞാൻ കൊടുക്കുന്ന ഡെയിലി യൂസിനുള്ള കമ്മല്. ബാബിമാരെല്ലാം റിങ്, ഉമ്മമാല ഭാവിമാർ റിങ്, പിന്നെ ചാച്ചാന്റെ 2 ഭാവിമാറും മാമാന്റെ റിങ്, എല്ലാവരും റിങ് കൊടുത്ത ഞാൻ കമ്മൽ കൊടുക്കാം. ഇത് പിന്നെ ഉമ്മ ഡെയിലി യൂസിനുള്ള മാല, ഇച്ച വലിയ മെഹറിന്റെ മാല. ഞാൻ ഫോട്ടോസ് ഈ വീഡിയോത്തിന് ലാസ്റ്റ് കൊടുക്കാം. ഉമ്മ കൊടുത്ത മാലന്റെയും മെഹറിന്റെ മാലന്റെയും ഫോട്ടോ ഈ വീഡിയോത്തിന് ലാസ്റ്റ് ഞാൻ കൊടുക്കാവേ. ഇത് അപ്പൊ ഓളെ കുഞ്ഞു കൈ ഭാവിന്റെ കുഞ്ഞു ഒരു മെയിൻ, പക്ഷെ പോന്ന് കുറച്ച് കേറുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് അത്ര മാത്രം. അങ്ങനെ റിങ് കുറെ ആൾ ഇട്ട് കേട്ടിട്ട് അവൾക്ക് 10-13 റിങ് എന്തോ ഉണ്ട്. അവളിനോട്ട് ചോദിച്ചോണ്ടേ ഏത് കൈക്ക് എങ്ങനെയല്ല ഞാൻ ഇട്ട് തീർക്കണ്ടേന്ന്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലേ. ഞാനും ജെസ്സിക്ക് പവൻ കൊടുത്ത, ഇവൾക്ക് റിങ് ഞാൻ കായിന്റെ വാങ്ങാൻ വിചാരിച്ചു. ഞാൻ ഡെയിലി യൂസിനുള്ള കായിന്റെ വാങ്ങി. പിന്നെ ഇവിടെ ശരിച്ചാൻ്റെ അനിയന്റെ അവർക്കും ഞാൻ പൗണ് കൊടുത്തത്. ഇപ്പൊ ഇതിൽ ഞാൻ മാറ്റി പിടിച്ചു, പൗണ് കൊടുക്കുന്ന വേണ്ട, അങ്ങനെ കമ്മലായിട്ട് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് കഴിച്ചതിന് വാങ്ങാന്ന്, പിന്നെ വിചാരിച്ച ഡെയിലി യൂസിനുള്ള കമ്മൽ വാങ്ങിക്കാനില്ല. ചെറിയ 2-3 സ്റ്റോൺ വെച്ച് നല്ലൊരു കമ്മൽ വാങ്ങി. ഇത് ഉമ്മ അങ്ങനെ തന്നെ മാല, അങ്ങനെ തന്നെ അല്ല, കുറച്ച് വ്യത്യാസത്തിൽ കായിന്റെയും ഇത് മാലയും ജസ്റ്റ് മാച്ച് ഉണ്ട്, അങ്ങനത്തെ ഇതാക്കി. പിന്നെ അവളെ കയ്യിൽ കാരണം കഴിച്ചതിന് അവളെ പറയുന്ന ആരിപ്പ അവളെ ആന്റിയ അങ്ങനെ ആരോ കൊടുത്തേന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാക്കി. സാരി നമ്മ രാത്രി കൊണ്ടുകൊടുത്തിട്ടേ അതേ സാരി തന്നെ അവള് രാവിലെ വൈകിട്ട് ഒരു 8 മണിയോടെ ഇട്ടിട്ടുണ്ടായി. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടായിട്ട് നമ്മ പൊന്നെല്ലാം കൊടുത്ത്. അത് കഴിഞ്ഞിട്ടായിട്ടാണ് കേക്കെല്ലാം മുറിച്ചത്. കേക്കിന്റെ പറയാതിരിക്കാൻ വയ്യ, എന്ത് ടേസ്റ്റ്, മാഷാ അല്ലാഹ്, എന്തോരു ടേസ്റ്റ്. രാത്രി കൊണ്ടേതും ഇപ്പൊ രാത്രി ഇന്നലെ രാത്രി കൊണ്ടേതും ഇന്ന് മുറിക്കുന്നതെല്ലാം ഒരാളുണ്ടാക്കിയ, നമുക്ക് ആരെന്നൊന്നും അറിയില്ല. ഭാവി ആരോ സെറ്റ് ആക്കിയത് സൂപ്പർ കേക്ക്. ഞങ്ങൾക്ക് തേഞ്ഞിട്ടാന്ന് പറയാം ഈ കേക്കില്ല. ഇത് ബാക്കിയായിട്ട് മേടെ വെക്കും. കുറച്ച് വലുതുണ്ട് കാണുമ്പോ, ഫോട്ടോത്തിൽ കാണുന്ന പോലെ കുറച്ച് വലുതുണ്ടായി. പക്ഷെ അത് പോയ ബയ്യാറിന് അത്ര ടേസ്റ്റ്. എന്റെ ഇച്ഛ മറന്ന് കേക്ക് തിന്നാത്ത ആൾക്കാർ ബെരീച്ച കേൾക്കുന്ന ഇനിയുണ്ടാ നേരിട്ടുണ്ടെങ്കിൽ നമ്മളോട്. അങ്ങനത്തെ നല്ല ടേസ്റ്റ്. ഇച്ചാന ഫ്രണ്ട് ഉണ്ട് നിയാസ, നമുക്ക് ഇച്ചാനെ പോലെ തന്നെ ചെറുപ്പത്തെ കാണുന്ന ആളാണ് നിയാസ. നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക്. കേക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആയിട്ടാ നിങ്ങൾ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായി. ഒരു കേക്ക് ഉണ്ടാക്കിയുള്ള പേരെനിക്കറിയില്ല. ഞാൻ അടുത്ത വീഡിയോത്തിൽ ബാബിനോട് ചോദിച്ചിട്ട് ചെല്ലല്ല, ഈ വീഡിയോ അവർ കാണലുണ്ടാന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതാണ് മെഹറിന്റെ മാലയും ഉമ്മ കൊടുത്ത മാലയും. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മ കേക്കെല്ലാം കട്ടാക്കി. ഇത് എന്ത് പറയുന്നേ, ഇത് പിള്ളേർ ചുറ്റും നിന്നിട്ടുണ്ടായി. കേക്ക് കട്ടാക്കുമ്പോ അറിയാലോ, പിന്നെ പിള്ളേർ ചുറ്റും നിന്നിട്ടുണ്ടായി. ഞാൻ മേടിച്ചോണ്ടായി. ഇത് കുറച്ച് വലുപ്പമുണ്ട്, ചെറുതൊന്നല്ല.
വിചാരിച്ചുണ്ടാക്കി. വാപ്പ പറഞ്ഞ കേക്ക് ബാക്കി ഉണ്ടാവും ഇത് നമുക്ക് എടുത്തേക്കാം ഫ്രിഡ്ജിൽ, നാളെ തിന്നാൻ പോയിട്ട് നമുക്ക് അപ്പനെ തിന്നാനും ഫുള്ള് തേഞ്ഞിട്ട് അത്ര ടേസ്റ്റ് ഉണ്ട്. വാനിലാൻ്റെ തന്നെ, പക്ഷെ മാഷാല്ല എന്ത് ടേസ്റ്റ് വെച്ചില്ല അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ട് മാഷാല്ല. ഇനിയും ഓർക്കും ഇനിയും കുറെ കാലം ഇങ്ങനെ കേക്ക് നല്ലോണം വെക്കാനുള്ള എത്തി കിട്ടുന്നതായിരിക്കും, അത്ര നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് പാട്ടെല്ലാം വെച്ച് കൊടുത്ത് പിള്ളേർ തുള്ളിക്കൊണ്ടല്ലുണ്ടായി. പിന്നെ എന്ത് വിശേഷം, ഇത്രയേ ഉള്ളൂ മംഗലത്തിന്റെ വിശേഷം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി ബാക്ക് കുറേ വീഡിയോസ് ഉണ്ട്, ഇൻഷാല്ല ഞാൻ സെൻഡ് ആക്കാം. അത് ഈ മംഗലത്തിന് മുമ്പുള്ള വീഡിയോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സെൻഡ് ആക്കാം. പാക്കിംഗ് വീഡിയോ, റൂം സെറ്റ് ആക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇൻഷാല്ല അപ്ലോഡ് ആക്കാം.